കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന കോട്ടയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. രണ്ടു വട്ടം ആ മുനിസിപ്പാലിറ്റി ഭാരതീയ ജനതാ പാർട്ടിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. പക്ഷേ പാലക്കാട്ട് മുനിസിപ്പാലിറ്റി BJPക്ക് കൈവിടാൻ വേണ്ടി പോകുന്നു എന്ന പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാക്കാൻ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചതോടുകൂടി നിരവധിയായിട്ടുള്ള കൗൺസിലർമാർ, പ്രത്യേകിച്ച് അവിടുത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. കോൺഗ്രസിലേക്ക് നേരത്തെ തന്നെ വന്നിട്ടുള്ള ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ രാജിവെച്ച് പുറത്തേക്ക് വരാൻ ഇടയുള്ള കൗൺസിലർമാരെയും മഹാഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെയും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നയപരമായിട്ടുള്ള സമീപനങ്ങളും ചർച്ചകളും ആരംഭിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ്. സത്യത്തിൽ പാലക്കാട് ജില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് എന്നും പ്രതീക്ഷയുടെ കൊടുമുടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല ആവർത്തി പാലക്കാട് ജില്ലയിലേക്ക് സ്വകാര്യ സന്ദർശനമായും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ റാലികളിൽ സംബന്ധിക്കാനും ഒക്കെ എത്തിച്ചേർന്നത്. അവിടെ കൃഷ്ണകുമാറിനെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അസ്വാരസ്യം BJPക്കകത്ത് ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെ K. സുരേന്ദ്രൻ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയാക്കിയതാണെന്നും പുറമേ നിന്ന് ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ പാലക്കാടിന്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നുവെന്നും ചിന്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അപ്പോഴും അതിനൊന്നും മുഖം കൊടുക്കാതെ കൃഷ്ണകുമാറിന് വേണ്ടി ആത്യന്തികമായി നിലകൊണ്ട വ്യക്തിയാണ് സുരേന്ദ്രൻ. അതേ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട്ട് BJP ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വലിയ വോട്ടെടുപ്പ് തന്നെ നടന്നു. ആ വോട്ടെടുപ്പിൽ പ്രശാന്ത് ശിവനേക്കാളും വോട്ട് നേടിയ നിരവധി സീനിയർ നേതാക്കന്മാർ പാലക്കാട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ എല്ലാം മാറ്റി നിർത്തി പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവിനെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റായി വാഴിക്കാൻ തീരുമാനിച്ചതാണ് പൊടുന്നനവേ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ വലിയ തോതിലുള്ള അമർഷം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും പാലക്കാട്ട് BJPക്കുണ്ടാകുന്ന തകർച്ച ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കേരളത്തിൽ ഉടനീളം അതിന്റെ അനുരണനങ്ങൾ നാളുകളിൽ കാണാൻ വേണ്ടി പോകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ശ്രീ K. സുരേന്ദ്രന്റെ കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ പ്രവർത്തനത്തോട് BJPയിലെ വലിയ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. BJPയിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരാൻ വേണ്ടി നിരന്തരമായി ദില്ലിയുമായി ബന്ധപ്പെടുകയും ദില്ലിയിൽ നേരിട്ട് ചെന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന BJP പ്രവർത്തകന്മാർ ആഗ്രഹിക്കുന്നതും ശോഭാ സുരേന്ദ്രന്റെ പ്രസിഡന്റ് പദവി തന്നെയാണ്. പക്ഷേ അതൊന്നും സാധിക്കാതെ സുരേന്ദ്രൻ ഇപ്പോഴും ശക്തനായി നിൽക്കുകയും ആ സുരേന്ദ്രൻ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് BJPയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ അവിടെ ശ്രീകാന്തിനെ മാറ്റി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വനിതാ സ്ഥാനാർത്ഥിയെയാണ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ശ്രീ K. സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത അനുയായിയും വിശ്വസ്തയുമാണ് അവർ എന്നുള്ള പ്രചരണം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളെ ഈ 30 ജില്ലാ പ്രസിഡന്റുമാരുടെ പദവിയിലേക്ക് നിയമിക്കാനുള്ള നീക്കങ്ങൾ BJPയിൽ സജീവമായത് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPയിൽ ആകെ വലിയ തോതിലുള്ള സംഘർഷത്തിന് വഴിവെച്ചിരിക്കുന്നു. BJP കേരളത്തിൽ ഒരു വട്ടം കൂടി തകർച്ചയുടെ ഭൂമികയിലേക്ക് കടന്നു പോവുകയാണ് എന്ന് പാലക്കാട് നമ്മളോട് വിളിച്ചു പറയുകയാണ്.